ഇത്രയും കാലം നമ്മൾ എന്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയാണെന്ന്. ഒരു പണിയില്ല. പിന്നെയാണെങ്കിൽ ഇത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ, ഒരുപാട് ഇഷ്ടമാവും. ചെറുതായിട്ടുള്ള ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു ചിലവോ കാര്യമോ ഒന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലൊന്ന് പീൽ ചെയ്തെടുത്തുക്കണേ. ഇനി നമുക്ക് ഇതിലുള്ള സ്ക്രാച്ചൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി കളയണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. രാവിലെ ആയാലും രാത്രി ആയാലും ഒക്കെ ഇപ്പോൾ രാവിലെ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. രാത്രി ആണെങ്കിലും ഇപ്പോൾ ചോറൊന്നും കഴിക്കാത്ത വീടുകളാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചും ഉണ്ടാക്കിയൊക്കെ മടുത്ത ആളുകൾക്കൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും. വലിയ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പോരാത്തതിന് നമുക്കിതിൻ്റെ കൂടെ സൈഡായിട്ടൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലൊരു അരിപ്പയ്ക്ക് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ കുറച്ച് ഗോതമ്പപ്പൊടിയോ മൈദപ്പൊടിയോ എന്താണോ വേണ്ടത് അത് നിങ്ങൾ എടുത്തോളി കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരളവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 2 കപ്പ് മൈദയാണ് ഇട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്യാം. എന്നിട്ട് അത് ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ട 1 ടേബിൾ സ്പൂൺ മതിയാവും. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മല്ലിയില, ഒരു ലേശം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. അങ്ങനെ ഉപ്പും എല്ലാം കൂടെ ചേർത്തതിന് ശേഷം ലേശം 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ കയ്യിലാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലേശീച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെയും പൊടിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പൊടി എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഇങ്ങനെ ഒഴിച്ച് ഇതുപോലെ ഒരു ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിക്കേണ്ട, അപ്പം വെള്ളം കൂടി പോവും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ നമുക്ക് കറക്റ്റ് അളവൊക്കെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 കപ്പ് പൊടി എടുത്തിട്ട് ഏകദേശം ഒരു 3/4 ഗ്ലാസ്സിലേറെ വെള്ളമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം. ആ ഒരു ടൈം കൊണ്ട് ഇതുപോലൊരു എന്തെങ്കിലുമൊക്കെ ഒരു ചീനച്ചട്ടിയോ എന്തെങ്കിലുമൊക്കെ നടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓല ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട്, പിന്നെ നമുക്കിത് ഈ ഒരു സവാള ഇട്ടതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഉണ്ട് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ സ്ക്രാച്ച് മസ്റ്റായിട്ടും കഴുകി കളയുന്നത് നന്നായിരിക്കും. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വണ്ണം കൂടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ തടി കൂടുന്ന പേടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കഴുകിയെടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ തടി കൂടുന്ന പേടിയൊന്നുമില്ലെങ്കിൽ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ഏതായാലും കഴുകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒട്ടലും പീത്തലും ഒക്കെ പോയി കിട്ടും. ഉരുളക്കിഴങ്ങ് ഒരു പശ പോലെ ആവുമല്ലോ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ആ ഒരു ഉരുളക്കിഴങ്ങും സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചു. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിതിൻ്റെ സ്ക്രാച്ചൊന്നും കളഞ്ഞിട്ടില്ല, നമ്മൾ വെള്ളം വെച്ച് കഴുകി ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ലൊരു ഒട്ടി പിടിച്ചുകൊണ്ടൊരു കുഴമ്പ് പോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതിപ്പോൾ അങ്ങനെയല്ല. എന്നിട്ട് നമുക്കിതാ ഒരു 1/4 പിടിയോളം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് പൊടികളാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു രാവിലത്തെ കടിയൊക്കെ വേണം, നല്ല ടേസ്റ്റും വേണമെന്ന് തോന്നുന്ന ടൈമിൽ, പിന്നെ കുട്ടികൾക്ക് എന്നും ചപ്പാത്തി ആയിട്ടും ഓട്ടട ദോശയൊക്കെ ആയിട്ട് കഴിച്ച് മടുത്തവർക്കൊക്കെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക് അത്തരം സംഭവങ്ങളൊന്നും ചേർക്കണില്ല. പിന്നെ എരിവ് കുറച്ച് കുരുമുളകിൻ്റെ പൊടിൻ്റെ നല്ല എരിവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി എടുത്തോളൂ കേട്ടോ. ഇനി സാധാരണ മുളക് പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അളവ് കുറക്കുക. പിന്നെ അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി, അതൊരു 1/4 ടേബിൾ സ്പൂണോളം മതിയാവും. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലൻ്റെ പൗഡറും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണില്ല കേട്ടോ. പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊന്നും ചേർക്കണില്ല. രാവിലെ ആകുമ്പോൾ നമുക്കതൊക്കെ ചെയ്തെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാവും. എന്നാലും അതൊന്നും ചേർത്തില്ലെങ്കിലും അതൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ഒരുപാട് പടി മുമ്പിലാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ ടേസ്റ്റ്.
പിന്നെ ഇത് നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലേശം ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയൂല. കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, കുറച്ച് വെള്ളം കൂട്ടി കുറക്കൊക്കെ ചെയ്യുക. ഇതാകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ആകുമ്പോൾ എന്താ പറയുക, നമ്മൾ ചില സാധനത്തിലൊക്കെ ഉരുളക്കിഴങ്ങ്, പയർ അതിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടും. അപ്പോൾ ഉപ്പ് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കുക, രുചിച്ച് നോക്കുക, ഉപ്പുണ്ടോ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ. കൂടുതലൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം സവാളയും കൂടി ഒക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കട്ടോ. അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഫില്ലിങ്ങൊക്കെ അടിപൊളിയായിട്ട് തന്നെ നല്ലൊരു മണത്തോട് കൂടി തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫില്ലിങ് തന്നെ മതിയാവും മക്കളെ. നമുക്ക് ഇതിൻ്റെ രുചി അറിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, ചോറിൻ്റെ കൂടെ ഒക്കെ തന്നെ കഴിക്കുക. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് ഒരുപാട് ലെയറോട് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെയറൊക്കെ എങ്ങനെ ഉണ്ടാവണമെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ലെയർ 2 രീതിയിൽ ഞാൻ ലെയർ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ലെയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഡോ എടുത്തിട്ട് നമ്മൾ ഈ പൊടി കുഴക്കണ സമയത്ത് ഒരുപാട് ഓയിലൊന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രം കേട്ടോ. കൈ ഒട്ടി പിടിക്കണതിന് മാത്രം ചേർക്കണുള്ളൂ. പിന്നെ നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കുക, നമ്മൾ 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ഒട്ടിപ്പിടുത്തൊക്കെ ഉണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു മാവ്. അപ്പോൾ എന്ത് ചെയ്യുക, വെളിച്ചെണ്ണ ഒന്നും തൊടണ്ട. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് നമ്മളെ പൊടി ഉണ്ടല്ലോ, പൊടി ഇട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കട്ടോ. ഇനി ഇത് ഞാൻ 2 രീതിയിൽ ലെയറാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്തൊക്കെ പോയാൽ പിന്നെ നിങ്ങൾ കമൻറ്റിലൂടെ വന്നിട്ട് ഇതെന്ത് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, പെട്ടെന്ന് പരിപാടി കഴിക്കണം കേട്ടോ. അതാ പരത്തി നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞ് ഇത്രയും വലിപ്പമുള്ള ഒരു പത്തിരി ആക്കിയിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ചെടുക്കുക. ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. എല്ലാ സൈഡിലേക്കും പരത്തി കൊടുക്കുക. പരത്തി കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഒരു 2 ടേബിൾ സ്പൂണോളം, ഞാനിപ്പം സ്പൂണിൽ വെച്ച് അളന്നിട്ടൊന്നുമില്ല, ഞാനൊരു സ്പാച്ചില കൊണ്ട് തന്നെ ഇത് ഇതാക്കാണ്ട് ഇതാക്കണം. എന്നിട്ട് ആദ്യം ഒന്ന് ഇങ്ങോട്ടും മടക്കിയതിന് ശേഷം ഒന്നാമത്തെ ലെയർ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടത്. എന്നിട്ട് ഇതുപോലെ ചുരുട്ടി കൊണ്ടുപോകുക. ഇങ്ങനെ ചുരുട്ടി കൊണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് കാണിക്കുകയാണെങ്കിൽ മനസ്സിലാവാൻ തോന്നുന്നു. വീഡിയോ വലുതാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സ്പീഡിൽ ചെയ്യണത്. ഇതങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു കത്തി എടുക്കുക. കത്തി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുമ്പോൾ അടിപൊളിയായിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ലെയറുകൾ നിങ്ങൾ കാണുന്നുണ്ടോ. ഇത്രയും ലെയർ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം ഫുള്ള് ലെയറായി. ഇതിപ്പോൾ ഏകദേശം ഒരു പറയാൻ കഴിയാത്ത അത്ര ലെയർ ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ആ ചുരുട്ടി കൊണ്ടത് മുഴുവനും ലെയറായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എന്തൊരു ലെയറോട് കൂടി ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു ലെയർ പൊറോട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇങ്ങോട്ടാക്കി ഒരുപാട് പണിയല്ലേ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിങ്ങോട് കൂടി ലെയർ ഉണ്ടാക്കാൻ എന്തൊരു സിമ്പിളായിട്ടല്ലേ ചെയ്തത്. ഇനി ഞാൻ വേറൊരു മോഡൽ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഇങ്ങനെ പരത്തിയതിന് ശേഷം അതുപോലെ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരണം. അപ്പോൾ ഇത് ഞാൻ പത്തിരി പരത്തിയത് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയിട്ടും നീണ്ടിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു ഭാഗം ഒന്ന് ലെവലാക്കി മടക്കി ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ നല്ല റൗണ്ടിൽ പരത്താൻ അറിയണവർക്ക് പിന്നെ ഈ വലിയൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. എൻ്റെ ഇപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കുറച്ച് പരത്തൽ അറിയാത്തവർക്ക് പോലും ഇതുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു സൈഡൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഒരുപാട് ലെയറായിട്ടോ. അങ്ങനെ ഈ ഒരു 2 രീതിയിലാണ് ഞാനിത് ചെയ്യണത്. ഇനിയിപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് 4 വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ അറിയോ, ഇത് ഒരെണ്ണം മതിയാവും കേട്ടോ ഒരാൾക്ക്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒന്നിൻ്റെ പകുതി തന്നെ മതിയാവും. കാരണം ആ ഒരു ഫില്ലിങ്ങും പിന്നെ ഇത്രയും വലിപ്പമുള്ളതും എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് നിറയും. അപ്പോൾ നമ്മൾ വീട്ടിലൊരു 5-8 പേരൊക്കെ ആണെങ്കിൽ ഒരു 4 കപ്പ് മൈദൊക്കെ എടുത്തിട്ട് ഒരു 2 ഉരുളക്കിഴങ്ങൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഫില്ലിങ് തയ്യാറാക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല, കറിയും വേണ്ട. രാവിലെ എന്തോ ഒരു സിമ്പിളാണെന്നറിയോ. പക്ഷേ ഇത് കഴിക്കാൻ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഞാൻ ഇനി ഇത് ചുട്ടെടുക്കണ രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ആ ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. തോന്നിയമായൊന്നും കാട്ടാൻ പറ്റില്ല. പിന്നെ ഇത് പരത്തിയെടുക്കാണ്ട്. അപ്പോൾ എന്താ അറിയോ,
ഈ ഫില്ലിങ്ങോട് കൂടിയിട്ട് നമ്മൾ പരത്തുണ്ട്, അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫില്ലിങ്ങോട് കൂടി പരത്തുമ്പോൾ നമുക്കിത് എങ്ങനെയാണ് കാണുക കിട്ടുക എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പതിയെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് പൊടിയൊക്കെ ഇതിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോയിലൊന്ന് ഉരുട്ടുമ്പോഴേക്കും നന്നായിട്ട് സോഫ്റ്റായിട്ട് പരന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ലെയറും എന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇതിൻ്റെ ഒരു മസാലയാണ്. അതൊന്നും നമുക്ക് പരത്തിയെടുക്കുന്ന സമയത്തൊന്നും യാതൊരു ബുദ്ധിമുട്ടോ കാര്യമോ ഒന്നുമില്ല. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടോ. നല്ല എളുപ്പമാണ്. നമ്മൾ വിചാരിക്കും ഈ ഒരു ഫില്ലിങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെ പരത്തിയെടുക്കുക, അപ്പോൾ ഇത് അവിടെ ഒട്ടിപ്പിടിക്കൂലേ, കൊയലുമലാവൂലേ, അതൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തുമ്പോൾ നമുക്ക് കൊയലും ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല കേട്ടോ. വളരെ സിമ്പിളാണ്. ഇതുവരെ നിങ്ങളാരും ഇതുപോലത്തെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ 2 പരത്തി കാണിച്ചു. കണ്ടല്ലോ, നമ്മൾ മാർബിൾ പോലെ ഉണ്ടത് തോന്നണത്. ഒരുപാട് ലെയറും പിന്നെ ആ ലെയറിൻ്റെ ആ വരവരകളും പിന്നെ ആ ഒരു ഫില്ലിങ്ങിൻ്റെ ഇതും എല്ലാം കൂടെ നിങ്ങൾ ക്യാമറയിൽ എങ്ങനെ കാണുന്നതെന്നും എനിക്കറിയില്ല. പിന്നെ നമുക്കിത് ഇതാ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചുട്ടെടുക്കാൻ തന്നെ പറയട്ടോ. പിന്നെ ഒരു തുള്ളി പോലും ഇപ്പോൾ നമ്മളിതൊരു ദോശക്കൊക്കെ പുരട്ടുന്ന പോലെ വണ്ടി പോയിട്ടൊന്നും കേൾക്കണില്ല. നമുക്ക് ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും കാട്ടാൻ പറ്റില്ല, ആ വണ്ടീൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. നിങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞ് എനിക്കറിയില്ല. ഏതായാലും നമ്മളൊരു ദോശക്കൊക്കെ ഇങ്ങനെ ഒരു ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കൂലേ ചട്ടിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒന്ന് വേണമെങ്കിൽ പറ്റി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നോൺസ്റ്റിക്കിൻ്റെ ചട്ടിയാകുമ്പോൾ നമുക്ക് വെറുതെ ചുട്ടെടുക്കട്ടോ. ഒരു തുള്ളി പോലും ഈ ഓയിൽ മേത്ത് തട്ടണ്ടെന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താൽ മതിയാവും. പക്ഷേ ഇതിന് നമുക്കതിൻ്റെ ആ ഒരു നല്ലൊരു രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു തുള്ളി ഓയിലൊക്കെ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. പിന്നെന്താ അറിയോ, ഇത് ചിലവരൊക്കെ എണ്ണയിൽ മുക്കിയൊക്കെ പൊരിക്കും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ചെയ്യുക. ആ പൂരിയൊക്കെ പൊരിക്കണ പോലെ പൊരിച്ചൊക്കെ എടുക്കുക. പക്ഷെ ഒരുപാട് എണ്ണ ആവുമല്ലേ. പിന്നെ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ലെയർ പൊറോട്ട ഒക്കെ ആണെങ്കിലും ഇത്രയും എണ്ണ ആ കുഴക്കണ സമയത്തും പരത്തണ സമയത്തും എണ്ണിട്ട് പീത്തിയിട്ടല്ല പരത്തുക, പിന്നെ ചുടുന്ന സമയത്തൊക്കെ. പക്ഷേ ഇതിനതൊന്നും ഇല്ല കേട്ടോ. എന്നാലോ പൊറോട്ട ഒക്കെ അവിടെ നിൽക്കുള്ളൂ മക്കളത് കഴിക്കാനായിട്ട്. ഇത് നിങ്ങൾ എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം പെട്ടെന്നൊന്ന് കരിഞ്ഞു പോവണ്ടായെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം വേവുക എന്ന് പറയാൻ ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെന്തതല്ലേ. പിന്നെ ആ ഒരു സാധാരണ നമ്മളൊരു ചപ്പാത്തി ചുടുന്ന ആ ഒരു വേവന്നെ മതിയാവും. നല്ലൊരു മണം ഉണ്ട് കേട്ടോ. നല്ല മണം എന്ന് വെച്ചാൽ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഞാനൊരു 4 ഉണ്ടാക്കി. പക്ഷേ ഓരോന്നിനും മതി നമുക്ക് വയറ് നിറയാൻ. എന്നാലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വയറ് നിറഞ്ഞാൽ നമുക്ക് വായിന് ഒരിക്കലും മടുക്കൂല, വായിന് ആവശ്യമുണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ രുചി കൊണ്ട് ചിലത് നമുക്ക് വയറിന് ആവശ്യമുണ്ടാവും, പക്ഷേ ഇതിന് ടേസ്റ്റില്ല, നമുക്ക് കൊള്ളൂല. നമ്മൾ രുചി ഇഷ്ടമില്ല എന്നാൽ നമ്മൾ വായിന് കൊള്ളൂല. പക്ഷേ ഇത് രുചിയോട് നമ്മൾ വയറ് നിറഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ തോന്നുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. മാഷാഅല്ലാഹ് അടിപൊളിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലെ ലെയറൊക്കെ കേട്ടോ. അത് കണ്ടല്ലോ, ഇത് ഞാൻ പിച്ച് കാണിച്ചു തരാം. ചിലപ്പം ഋതുവിനൊക്കെ വേണ്ടി വരുമോ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. കാരണം കഴിക്കണ സമയത്ത് ചിലപ്പോൾ നമുക്കിത് വലിയ സംഭവം വിചാരിച്ചിട്ട് കുട്ടികൾക്ക് കറി വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഓളൊക്കെ കറി അങ്ങോട്ട് നീക്കി വെക്കുക ചെയ്ത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. കാരണം ഇതിൻ്റെ രുചി ഈ ആലു പൊറാത്ത എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ? ആലു പൊറാത്ത, ആ ഒരു പൊറാത്ത ഇട്ടത് പൊറോട്ട, നമ്മളിവിടെ പൊറാട്ട എന്ന് പറയും, ചില നാട്ടിൽ പൊറാത്ത എന്ന് പറയും. അപ്പോൾ ഈ ആലു പൊറോട്ടയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഫില്ലിങ്ങുമാണ്. അപ്പോൾ നല്ല എളുപ്പമായിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ മധുരമൊക്കെ കഴിക്കാനും മധുരത്തെ ചായ ഒന്നും കുടിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ അത് നല്ല ഇഷ്ടത്തോടു കൂടി ഒരു ചൂട് കട്ടനോടൊപ്പം കൂടി ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ ലൈക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരി. പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവർക്കും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. രാവിലേക്ക് എല്ലാവരും ഉണ്ടാക്കട്ടെ. ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ ആണെങ്കിൽ അതിലേറെ ഇഷ്ടമാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അസ്സലാമു അലൈക്കും.